പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനുമായി പോലീസ് ഇടുക്കിയിലും കോട്ടയത്തും തെളിവെടുപ്പ് നടത്തി. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തു സ്വന്തമാക്കിയ ഭൂമിയിലായിരുന്നു തെളിവെടുപ്പ്. കോഴിക്കോട് താമരശ്ശേരിയിലും തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈരാറ്റുപേട്ട, ഇടുക്കി, കുടയത്തൂർ, മുട്ടം എന്നിവിടങ്ങളിലാണ് അനന്തുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. 3 ഇടങ്ങളിലും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് പ്രതി വാങ്ങിയത്. ഈരാറ്റുപേട്ടയിൽ പ്രതിക്കെതിരെ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകൾ 6 കോടി രൂപ പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുവെന്ന് NGO ഫെഡറേഷൻ വെളിപ്പെടുത്തി. 6 കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ കിട്ടാറുണ്ട്. എന്റെ സംഘടന 40 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. 66 ടൂ വീലർ കിട്ടാറുണ്ട്. ആദ്യം 32 എണ്ണത്തിന്റെ പൈസ അടച്ചു, 32 എണ്ണം കിട്ടി. ഉത്തരകണ്ഠത്ത് വെച്ച് ഫംഗ്ഷൻ നടത്തിയാണ് കൊടുത്തത്. രണ്ടാമത് 125 എണ്ണത്തിന്റെ പൈസ അടച്ചു. അതിൽ 59 എണ്ണം മാത്രമാണ് കിട്ടിയത്. ഇനി 66 എണ്ണം കിട്ടാനുണ്ട്. 1,67,00,000 രൂപയുടെ തട്ടിപ്പിനാണ് അനന്തുവിനെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തത്. കോഴിക്കോട് ഇതുവരെ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പറവൂരിലും പരാതിക്കാരുടെ നീണ്ട ക്യൂ കണ്ടു. സ്കൂട്ടർ കമ്പനിക്കാർക്ക് 4.5 കോടി രൂപയാണ് അനന്തു കൃഷ്ണൻ നൽകാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാകും അനന്തു കൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്യുക. 24 കൊച്ചി.